അങ്ങനെ അതാ ഞങ്ങൾ ഈ ഹോട്ടലിലാണ് കയറിയിട്ടുള്ളത്. തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും ഇത് കണ്ടാൽ അറിയുന്നുണ്ടായിരിക്കും. അങ്ങനെ വന്ന് കയറിയപ്പോൾ തന്നെ പോസ്റ്റ് ആയിരുന്നു, ഫുള്ളായിരുന്നു. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അതാ വാഷ്റൂമിൽ പോയപ്പോൾ അതാ മിറർ കണ്ടു. പിന്നെ ഞാൻ വെറുതെ വിടും, കുറേ പട്ടിഷോ ഒക്കെ കാണിച്ച് ഇങ്ങനെ വീഡിയോ എടുത്തിരുന്നു. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസ് ആയിരുന്നു. ഫ്രൈഡ് റൈസ് ഞാനും ചെറുതും കൂടെയാണ് കഴിച്ചത്. അപ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ വീറ്റ് പൊറോട്ട കൂടെ മേടിച്ചു കേട്ടോ. അപ്പോൾ ഇതാ അവളുടെ അമ്മച്ചി അവൾക്ക് ലൈം ജ്യൂസ് ഒക്കെ കൊടുക്കുകയാണ്. പിന്നെ ഞാൻ എപ്പോഴും കേൾക്കണ ഒരു കാര്യമാണ്, അയ്യോ മോൾ ഭയങ്കര ചെറുതാണല്ലോ, മെലിഞ്ഞിട്ടാണല്ലോ, എന്താ തിന്നാനൊന്നും കൊടുക്കുന്നില്ലേ, അത് കൊടുക്ക് ഇത് കൊടുക്ക് ടിപ്സ് പറഞ്ഞു തരുന്നു. അങ്ങനെ സ്വന്തം മക്കൾക്ക് ഏത് അമ്മമാരെ തിന്നാൻ കൊടുക്കാതിരിക്കുക. സത്യം പറഞ്ഞാൽ അവരെക്കാട്ടും ആഗ്രഹം ഉണ്ടാവില്ലേ നമുക്ക് നമ്മുടെ മക്കള് നല്ലപോലെ ഇരിക്കണം, തടിക്കണം എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ മനസ്സിലാക്കിയത് തടിയിലല്ല കാര്യം, ഹെൽത്തി ആയിട്ട് ബേബി ഇരിക്കണം എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ എന്റെ ചെറുതിന് കാണിക്കാത്ത ഡോക്ടേഴ്സ് ഇല്ല. അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് അവൾ ഹെൽത്തി ആണ്, മിടുക്കിയാണ്, ഒരു കുഴപ്പമില്ല എന്നാണ്. ശരിയാണ്, അവൾ എല്ലാ ഫുഡും ഒരു മടിയും കൂടാതെ കഴിക്കുന്ന ഒരു കുട്ടിയാണ്. ഇപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു കുത്തുന്നവർക്ക് പുല്ല് വില പോലും കൊടുക്കലില്ല.